ഹായ് പരിപാടി ഒരിക്കൽ കൂടി എൻ്റെ സോണി മാത്യു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫാസ്ടാഗിനെ കുറിച്ചാണ്. ഫാസ്ടാഗ് ഡിസംബർ 1 മുതൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ 2017 വർഷം മുതൽ ഇങ്ങോട്ടുള്ള വാഹനങ്ങൾക്കെല്ലാം ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അല്ല, ഫാസ്ടാഗ് ഒട്ടിച്ചിട്ടാണ് വരുന്നത്. അപ്പം പഴയ വണ്ടിക്കും ഫാസ്ടാഗ് നിലവിലില്ല, അല്ലെങ്കിൽ ഫാസ്ടാഗ് ഇതുവരെ ആരും ഒട്ടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പഴയ വണ്ടിക്കും ഫാസ്ടാഗ് ആവശ്യം വരികയാണ്. അപ്പോൾ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, അതുപോലെ ഫാസ്ടാഗിൻ്റെ ഗുണം എന്താണ്, അതുപോലെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അതുപോലെ ഫാസ്ടാഗിനെ റീചാർജ് ചെയ്യാം, നിലവിലെ ഫാസ്ടാഗ് വാലിഡ് ആയിരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏതായാലും വീഡിയോ മുഴുവനായും കാണുക. അടുത്ത ഡിസംബർ 1 തീയതി മുതലാണ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. നമ്മുടെ വാഹനത്തിൽ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ടോൾ ബൂത്തിൽ നമ്മൾ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പം 70 രൂപ കൊടുക്കേണ്ടത് 140 രൂപ കൊടുക്കേണ്ടി വരും. അതാണ് ഫാസ്ടാഗ് ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ നേരിടുക. അപ്പോൾ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ അതിൽ ഗുണം എന്ന് പറയാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ടോൾ കടന്നു പോകാം, അതുപോലെ ഈ ഫൈൻ കൊടുക്കേണ്ടി വരികയില്ല. അതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ പല വാഹനത്തിലും ഇപ്പോൾ ഫാസ്ടാഗ് ഉണ്ട്. 2017 ശേഷം വാങ്ങിച്ച ഏകദേശം വാഹനത്തിലേക്ക് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുള്ളതുകൊണ്ട്, ഫാസ്ടാഗിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഫാസ്ടാഗ് ഉണ്ട്. പക്ഷേ ആ ഫാസ്ടാഗ് നമ്മൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ഫാസ്ടാഗ് ഇൻവാലിഡായി പോകുന്നതാണ് എനിക്ക് കിട്ടിയ വിവരം. നമ്മുടെ വണ്ടിക്കകത്ത് ഫാസ്ടാഗ് ഉണ്ട്, നമ്മൾ ഇന്നേ വരെ അത് യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 1 വർഷം 2 വർഷത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഫാസ്ടാഗിനെക്കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഫാസ്ടാഗിന് നമുക്ക് വാഹനത്തിൻ്റെ ആധാർ കാർഡ് എന്ന് വിശേഷിപ്പിക്കാം. കാരണം നമ്മൾ ഒരു ടോള് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോളിൽ എത്ര രൂപ ഈടാക്കിയെന്നും ഏത് ടോളാണ് കടന്നു പോയതെന്നും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വാഹനം വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അയാൾ ടോൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ആ വാഹനം എവിടെയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതാണ് വാഹനത്തിൻ്റെ ആധാർ കാർഡ് എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ഭാവിയിൽ പെട്രോൾ പമ്പിൽ ഈ ഫാസ്ടാഗ് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ പറ്റുന്ന സംവിധാനവും കൊണ്ടുവരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഫാസ്ടാഗിന് വേണ്ടി 3 വേയും 3 കൗണ്ടറും, ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് 1 കൗണ്ടറുമാണ് നിലവിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പം ഫാസ്ടാഗ് ഉള്ളവർക്ക് 3 കൗണ്ടർ ഉള്ളതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ടോളിൽ നിന്നും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ ഫാസ്ടാഗ് എങ്ങനെ വാങ്ങിക്കാം, നമുക്ക് നിലവിൽ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ നമുക്ക് പേടിഎം പോലത്തെ ഓൺലൈൻ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫാസ്ടാഗ് വാങ്ങിക്കാം. അല്ലെങ്കിൽ ടോൾ ബൂത്തിൽ തന്നെ ഫാസ്ടാഗിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാം. അതുപോലെ 24 ബാങ്കുമായിട്ട് ഫാസ്ടാഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ബാങ്കുമായിട്ട് നമുക്ക് വാങ്ങിക്കാം. ആ fastag.org എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതുപോലെ ഫാസ്ടാഗ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ 600 രൂപയാണ് അതിൻ്റെ ഫീസ്. നോർമൽ കേസിൽ 600 രൂപയാണ്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് വാഹനത്തിന് 600 രൂപയാണ് ഫാസ്ടാഗിന് വേണ്ടി അവർ ഈടാക്കിയിരുന്നത്. ഈ നിലവിൽ ഇപ്പോൾ എനിക്ക് എത്രയാണെന്ന് 600 രൂപ തന്നെയാണ്, എല്ലാവരും 600 രൂപ തന്നെയാണ് വാങ്ങിക്കുന്നതാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടോൾ ബൂത്തിൽ നിന്ന് ഫാസ്ടാഗ് വാങ്ങിക്കുക എന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അവിടെ നിന്നെല്ലാം ആണെങ്കിൽ എല്ലാ ഓഫറുകളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, അവർ നമുക്ക് അത് ഫാസ്ടാഗ് നമ്മുടെ വിൻഷീൽഡിൽ ഫിക്സ് ചെയ്ത് തരികയും ചെയ്യും. ഓൺ ദ സ്പോട്ടിൽ കിട്ടും. മറ്റു മാർഗ്ഗങ്ങളാണ് ബാങ്ക് വഴിയാണെങ്കിലും പേടിഎം വഴിയാണെങ്കിലും അത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റൽ വഴി കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ദിവസം സമയമെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഫാസ്ടാഗ് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ 4 വീൽ മുതൽ മുകളിലോട്ടുള്ള വാഹനത്തിനാണ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പം 4 വീൽ നമ്മുടെ 4 വീലുള്ള വാഹനമാണെങ്കിൽ ആ വാഹനത്തിൻ്റെ മുൻവശവും പിൻവശവും ഫോട്ടോ എടുക്കുക. അതേപോലെ RC ഓണറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആയിട്ട് ആധാർ കാർഡിൻ്റെ കോപ്പിയോ മറ്റു കാര്യങ്ങളുടെ കോപ്പിയോ വേണം. അതോടൊപ്പം RC ബുക്കിൻ്റെയും മറ്റു കടലാസിൻ്റെയും പകർപ്പും വേണം. ഇത്രയും സാധനമായിട്ട് നമ്മൾ ടോൾ ബൂത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് പേടിഎമ്മിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ബാങ്കിൽ പോകുന്ന സമയത്ത് അവരുടെ മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. ടോൾ ബൂത്തിലാണെങ്കിൽ 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫാസ്ടാഗ് കിട്ടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൺവീനിയൻസ് ആയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോൾ ബൂത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഫാസ്ടാഗിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ, കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ 4 വീലിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് വാഹനത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗത്തിനും പകരം എല്ലാ ഭാഗത്തിൻ്റെയും ഫോട്ടോ ആവശ്യമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നമുക്ക് ഫാസ്ടാഗ് ഉണ്ട്, അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡായി പോകും.
അതുപോലെ ഫാസ്ടാഗിന് ഏകദേശം ഒരു വർഷം 1200 രൂപ മെയിൻ്റനൻസ് ഫീ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, പല ഷോറൂമിൽ ഒരു 1-2 ഷോറൂമിൽ അന്വേഷിച്ച സമയത്ത് ഫാസ്ടാഗിന് മെയിൻ്റനൻസ് ഫീ ആയിട്ട് 1200 രൂപ 1200 റുപ്പീസ് ഈടാക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മുടെ ഫാസ്ടാഗിൽ മിനിമം ബാലൻസ് 200 രൂപ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫാസ്ടാഗ് 600 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ മിനിമം ബാലൻസ് 200 രൂപ ഉണ്ടാകാറുണ്ട്. അപ്പോൾ 200 രൂപയിൽ താഴെ ഫാസ്ടാഗ് 200 രൂപയ്ക്ക് താഴെയാണ് ബാലൻസ് എങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 40 രൂപയാണ് ടോളെങ്കിലും അത് എററാവും, അല്ലെങ്കിൽ അത് ടോൾ എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 200 രൂപ മിനിമം ബാലൻസ് ആയിട്ട് അതിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൾ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഫാസ്ടാഗ് റീഡ് ചെയ്യുന്നത് RFID റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് അത് റീഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ QR കോഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോൾ ബൂത്തിൻ്റെ മുകളിൽ ആയിട്ട് ഈ ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിവൈസ് നമ്മുടെ QR കോഡ് റീഡ് ചെയ്യുകയും അതിനുശേഷം ടോൾ ആവശ്യമായ തുക ഈടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം നിലവിൽ ചെയ്യുന്നത് പോലെ ഡബിൾ സൈഡ് എന്ന് പറഞ്ഞ സിസ്റ്റം ഒന്നും ആ സമയത്ത് ഉണ്ടാകില്ല. നമ്മളിപ്പം 110 രൂപ, അതായത് 70+40 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് 70 റുപ്പീസ് കട്ടാവുകയും തിരിച്ചു വരുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരികയാണെങ്കിൽ ബാക്കി 40 റുപ്പീസ് ഡിഡക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സിസ്റ്റം. അല്ലാതെ നമുക്ക് നേരത്തെ ഇപ്പം നിലവിൽ നമ്മൾ ടോൾ കൊടുക്കുന്ന തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് എന്ന് പറഞ്ഞ് എടുക്കുന്ന സംവിധാനം ഉണ്ടാകുകയില്ല. നമ്മൾ ആഫ്റ്റർ 24 ഹവേഴ്സിന് ശേഷമാണ് വരുന്നതെങ്കിൽ നമ്മളത് 70 റുപ്പീസ് തന്നെ വാങ്ങിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഫാസ്ടാഗിൻ്റെ QR അല്ലെങ്കിൽ ഫാസ്ടാഗിൻ്റെ സ്റ്റിക്കർ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം വാഹനത്തിനാണുള്ളത്. അപ്പം നമുക്ക് എവിടെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഇതാണ് എൻ്റെ വാഹനം. അപ്പം നോർമൽ കേസിൽ ഫാസ്ടാഗ് ഫിക്സ് ചെയ്യുന്നത് ഇത് നമ്മുടെ റിയർ വ്യൂ മിററാണ്. ഈ മിററിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഫാസ്ടാഗ് ഫിക്സ് ചെയ്യേണ്ടത്. അതായിരിക്കും ഒരു ബെറ്റർ. ഇപ്പം ഞാനിതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിപ്പം ലോങ് ടോളൊന്നും പോകാറില്ല. ഇത് 4x4 വണ്ടി ആയതുകൊണ്ട് ഒരു കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് ടോളൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫാസ്ടാഗ് ഇവിടെയായിട്ട് ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റിക്കറിന് താഴെയായിട്ടായിരിക്കണം. ഒരിക്കലും നിങ്ങൾ ഇടത്ത് വശത്ത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം മഹീന്ദ്രയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ മാനുഫാക്ചർ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് താഴെയായിട്ടായിരിക്കും നമുക്ക് ഒട്ടിക്കാൻ പറ്റുക. അപ്പോൾ അത് റീഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ ഒട്ടിക്കരുത്. കാരണം ഇവിടെ ഒട്ടിക്കുന്നതാണ് എല്ലാവരും കൺവിൻസ് ആയിട്ട് ഫീൽ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റൈലാണ്. പക്ഷേ അവിടെ ഒട്ടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ കഴിവതും റെയിൽവേ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ അവിടെ സ്റ്റിക്കറോ പേരോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ച് താഴെയായിട്ട് ഫിക്സ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലൊരു വേ. അതുപോലെ ഇതിങ്ങനെ റീചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഒരു നമ്പറുണ്ട്. ആ നമ്പർ വെച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാമെന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഏത് ബാങ്കാണോ ആ ബാങ്കിന് കോൾ സെൻറ്റർ ഉണ്ട്. ആ കോൾ സെൻറ്ററിൽ ഫാസ്ടാഗിൻ്റെ കോൾ സെൻറ്റർ ഉണ്ട്. ആ കോൾ സെൻറ്റർ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർഡിൻ്റെ വാഹനോടമസ്ഥർക്ക് ഫോർഡിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ ഫാസ്ടാഗ് ഉള്ള ആൾക്കാരോട് എനിക്കൊരു സജഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എൻ്റെ ഫാസ്ടാഗ് എനിക്ക് ഇതുവരെ റീചാർജ് ചെയ്യാൻ ഉള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അതുപോലെ റീചാർജ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതെങ്ങനെ റീചാർജ് ചെയ്യാമെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വേറൊരു ഫാസ്ടാഗ് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യാനുണ്ട്, ലിങ്ക് ചെയ്യാനുണ്ട്, അതിൻ്റെ കുറച്ച് പണിയുണ്ട്. അതായത് ഫാസ്ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് തന്നെ പ്ലേ സ്റ്റോറിലുണ്ട്, അല്ലെങ്കിൽ iOS-ലുണ്ടെന്ന് തോന്നുന്നു. പ്ലേ സ്റ്റോറിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് റീചാർജ് ചെയ്യൽ കുറച്ച് ചടങ്ങാണ്. അപ്പോൾ പുതിയൊരു ഫാസ്ടാഗ് വാങ്ങിച്ചത്, ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഫാസ്ടാഗ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കടലാസ് ആരുടെ കയ്യിലും ഉണ്ടാകാറില്ല. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായതിനാൽ, പിന്നെ അതുമാത്രം ഉപയോഗിക്കാതിരിക്കുന്ന ഫാസ്ടാഗ് ആണെങ്കിൽ അതെന്തായാലും ഇൻവാലിഡ് ആയി പോകും, 100% ആണ്. അപ്പം എന്തായാലും പുതിയതൊന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ പുതിയൊരു ഫാസ്ടാഗ് പർച്ചേസ് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് ഒന്നുകിൽ ടോൾ ബൂത്തിൽ നിന്ന് നേരിട്ട് ഫാസ്ടാഗ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പേടിഎം പോലത്തെ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ്. പല RTOയുമായി ബന്ധപ്പെട്ടും
അതുപോലെ ഷോറൂമായി ബന്ധപ്പെട്ടും പല വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലിപ്പം ഗവൺമെൻറ്റിന് തന്നെ ഇതിനെപ്പറ്റി ഒരു കാര്യമായ ഒരു അവബോധമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് തന്നെ വലിയ അറിവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇത് എത്രത്തോളം ഓതൻറ്റിക്കേറ്റ് ആണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.